യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവിയും CBIയും ഇന്ന് നിലപാട് അറിയിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നു. സാലി, വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിലടക്കം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരവും ഗൗരവമായ കുറ്റമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി നടന്നിരിക്കുന്നത്. ഒരു CBI അന്വേഷണത്തിൻ്റെ സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ടോ? ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ നിലവിൽ? അതായത് CBIയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും നിലപാട് അറിയിക്കാൻ കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടനുസരിച്ചായിരിക്കും കോടതിയുടെ തീരുമാനം വരിക. സംസ്ഥാന സർക്കാർ അറിയിക്കാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആകാമെന്നാണ്. കാരണം സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് കേസ് ക്രൈംബ്രാഞ്ചിന് നൽകുന്നത് സംബന്ധിച്ച് തീരുമാനം ഏതാണ്ട് ആയിട്ടുണ്ട്. അത് കോടതിയെ അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CBIയുടെ നിലപാട് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്നൊരു നിലപാടായിരിക്കും CBI അറിയിക്കുക. കാരണം കേരളത്തിൽ ഇതിനകം തന്നെ CBIക്ക് നിരവധി കേസുകളുണ്ട്. പല കേസുകളും അന്വേഷണ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു കേസ് കൂടി ഏറ്റെടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ ആൾബലമില്ല എന്നതാണ് CBI അറിയിക്കാൻ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് അറിയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു ഗൗരവമുള്ള കേസ് എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CBIക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ CBI കേസ് ഏറ്റെടുക്കേണ്ടി വരും. സംസ്ഥാന സർക്കാർ അറിയിക്കുക ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ആ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വിവരം സംസ്ഥാന സർക്കാർ അറിയിക്കും. ഏതായാലും ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് കോർട്ട് നമ്പർ 4D 232ാമത്തെ ഐറ്റമായിട്ടാണ് കേസ് വരിക. ആ ബെഞ്ചിൽ ഇപ്പോൾ 19ാമത്തെ കേസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസ് തുറന്ന കോടതിയിൽ എത്തുക എന്ന് കരുതാം. ശരി.